Hello everyone, welcome to my channel. നമ്മൾ ഇന്ന് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് രണ്ട് തരത്തിൽ മുളകിട്ട് പപ്പടം വറക്കണേന്നാണ് നോക്കുന്നത്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി എന്നെ വിളിക്കണേ. ഞാനിപ്പോൾ ഇവിടെ 3-4 പപ്പടം എടുത്തിട്ടുണ്ട്. നല്ലോണം ചീകി അതിൻ്റെ കാരമൊക്കെ കളഞ്ഞു വെച്ചേക്കണേണ്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. എറണാകുളത്ത് തന്നെ ഉള്ളവർക്കൊക്കെ ഒരുപാട് പേർക്ക് ഇത് അറിയായിരിക്കും. എന്നാലും ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഞാനപ്പോൾ ആദ്യം വറ്റൽമുളകും ഉള്ളിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. മെഴുക്കുവരട്ടി എന്നൊക്കെ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനിവിടെ പറയാറുള്ളത് പപ്പടം മുളകിട്ട് വറുത്തതെന്നൊക്കെയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യണമെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം ക്രഷ് ആയിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഒരു തണ്ട് കറിവേപ്പില അതിലേക്കിടാം. ഇനി നമുക്ക് ആ ക്രഷ് ചെയ്ത് വെച്ചേക്കണം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലോണം മൂത്ത് കിട്ടണം. ഇപ്പോൾ ഇത് നല്ലോണം ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് വറുത്ത് വെച്ചേക്കുന്ന പപ്പടം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഇതെന്നെ പോലെ കുറച്ച് മടിയുള്ളവർക്ക് വേണ്ടിയാണ്. നമ്മൾ ആദ്യം പപ്പടം വറുത്തില്ലേ, അപ്പോൾ അത് കഴിഞ്ഞ് ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ എണ്ണയിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതൊന്നായി കഴിയുമ്പോഴേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ആദ്യമേ തന്നെ മുളക് പൊടി ഇടരുത്, അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ചൂട് മാറിക്കഴിഞ്ഞിട്ടാണ് ആ മുളക് പൊടി ഇട്ടത്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച പപ്പടം ഒന്നിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ ചെയ്യാൻ മടിയുള്ളവർ ഇതെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.